ലോകത്തിലെ ഏറ്റവും നിഗൂഢവും അതിശയകരവും ഭക്തിയും ശാസ്ത്രവും ഒരുമിച്ച് ചേർന്നതുമായ ഒരു സ്ഥലമാണ് കൈലാസപർവ്വതം. ഹിമാലയ പർവ്വതനിരകളിൽ ടിബറ്റിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതം കോടിക്കണക്കിന് ആളുകൾക്ക് ദൈവത്തിന്റെ വാസസ്ഥലമാണ്. ഹിന്ദുമതത്തിൽ ശിവന്റെ വാസസ്ഥലം എന്നാണ് കൈലാസപർവ്വതത്തെ വിശേഷിപ്പിക്കുന്നത്. ബൗദ്ധമതത്തിൽ ഇത് ഡംചോഗിന്റെ വാസസ്ഥലമാണ്. ജൈനമതത്തിൽ ഋഷഭദേവൻ മോക്ഷം പ്രാപിച്ച സ്ഥലമാണ്. മതങ്ങൾ വ്യത്യസ്തമായിട്ടും എല്ലാവരും കൈലാസപർവ്വതത്തെ വിശുദ്ധമായി കാണുന്നു. കൈലാസയാത്ര ശാരീരികവും ആത്മീയവുമായ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട യാത്രയായി പലരും ഇതിനെ കാണുന്നു. തീർത്ഥാടകർ ഈ യാത്രയെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ഉള്ളിലെ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമായി വിശേഷിപ്പിക്കുന്നു. കൈലാസപർവ്വതം സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള പാലമായി പ്രവർത്തിക്കുന്ന സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു. ടിബറ്റൻ ബുദ്ധമതക്കാർ ഇതിനെ ആത്മീയ മണ്ഡലങ്ങളിലേക്കുള്ള ഒരു കവാടമായും ധ്യാനത്തിനും തീർത്ഥാടനത്തിനുമുള്ള ഒരു കേന്ദ്ര ബിന്ദുവായും കാണുന്നു. ഹിന്ദു പുരാണങ്ങളിൽ ഭൗതികവും ആത്മീയവുമായ ലോകങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലമാണിത്. കൈലാസപർവ്വത നിരകളുടെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശംബാല എന്നും അഗർത്ത എന്നും പേരുള്ള രണ്ട് രാജ്യങ്ങളെപ്പറ്റി പറയുന്നു. ഈ സ്ഥലങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ പ്രാദേശിക സാംസ്കാരിക പാരമ്പര്യങ്ങളിലും ഇതിഹാസങ്ങളിലും കാണുവാൻ സാധിക്കും. ഹിന്ദു വിശ്വാസപ്രകാരം കലിയുഗത്തിന്റെ അവസാനം ധർമ്മം പുനഃസ്ഥാപിക്കാൻ വരുന്ന കൽക്കി അവതാരം ശംബാലയിൽ ജനിക്കും എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ശംബാല ഭാവിയിലെ ഒരു മഹാപരിവർത്തനത്തിന്റെ കേന്ദ്രമായി കരുതപ്പെടുന്നു. ലോകത്ത് നിലനിൽക്കുന്ന ഒരു പുരാതന നാഗരികതയാണ് അഗർത്ത. മഹത്തായ ജ്ഞാനവും ഉയർന്ന ആത്മീയ ശക്തിയും ഉള്ള സിദ്ധപുരുഷന്മാരും ഋഷിമാരും അവിടെ വസിക്കുന്നു എന്നാണ് വിശ്വാസം. കൈലാസം ശിവന്റെ വാസസ്ഥലമായതിനാൽ അവിടെയുള്ള അഗർത്ത ദൈവിക ജ്ഞാനത്തിന്റെ കേന്ദ്രമായിട്ടാണ് ചില താന്ത്രിക യോഗ പാരമ്പര്യങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ലോകം ദുരിതത്തിലാകുമ്പോൾ അഗർത്തയിലെ ജ്ഞാനം മനുഷ്യരാശിയെ രക്ഷിക്കുമെന്ന് പറയുന്നു. സാധാരണ മനുഷ്യർക്ക് ഈ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ കഴിയില്ല. ഒരിക്കലും മനുഷ്യന് കീഴടക്കാൻ സാധിക്കാത്ത പർവ്വതമായി കൈലാസം നിലകൊള്ളുന്നു. ലോകത്തെ ഉയരം കൂടിയ പല പർവ്വതങ്ങളും മനുഷ്യർ കീഴടക്കിയിട്ടുണ്ട്. എന്നാൽ കൈലാസത്തിന്റെ കൊടുമുടിയിൽ കയറാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല. ചില വിദേശ ഗവേഷകർ ശ്രമിച്ചതാണ്. പക്ഷെ അവർക്ക് പകുതി വഴിയിൽ വെച്ച് മടങ്ങിപ്പോരേണ്ടി വന്നു. പെട്ടെന്ന് മാറുന്ന കാലാവസ്ഥയും ദിശാഭ്രമം ഉണ്ടാക്കുന്ന സംഭവങ്ങളും അസാധാരണമായ ശരീരക്ഷീണം അനുഭവപ്പെടുന്നതും യാത്രയ്ക്കു തടസ്സമുണ്ടാക്കിയതായി അവർ പറഞ്ഞു. ചില സമയത്ത് എത്ര ദൂരം മുന്നോട്ട് നടന്നാലും പിന്നോട്ടായിരിക്കും എത്തിച്ചേരുന്നത്. ഇതൊക്കെ കാരണം അവർ ശ്രമം ഉപേക്ഷിക്കുകയാണുണ്ടായത്. ചില സന്യാസികളും തീർത്ഥാടകരും പറയുന്നത് കൈലാസത്തിന് ചുറ്റും സമയം വ്യത്യസ്തമായി ഒഴുകുന്നു എന്നതാണ്. 12 ദിവസം അവിടെ കഴിഞ്ഞാൽ ശരീരത്തിലെ മുടിയും നഖവും സാധാരണയേക്കാൾ വേഗത്തിൽ വളരുന്നതായി കാണുന്നു. കൈലാസപർവ്വതത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വിചിത്രമായ സമയവ്യത്യാസം അനുഭവപ്പെടുന്നുവെന്ന് നിരവധി തീർത്ഥാടകരും ട്രക്കിങ്ങർമാരും അവകാശപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സാധാരണ യാഥാർത്ഥ്യബോധത്തിനതീതമായ ഒരു അനുഭവമാണിത്. കൈലാസത്തിനു സമീപം കുറച്ചു മണിക്കൂറുകൾ മാത്രം ചിലവഴിച്ചതായി കരുതുമ്പോൾ പുറം ലോകത്ത് നിരവധി ദിവസങ്ങൾ കടന്നുപോയെന്ന അനുഭവങ്ങൾ പലരും പങ്കുവച്ചിട്ടുണ്ട്. ശാസ്ത്രത്തിന് ഇതിലൊന്നും വ്യക്തമായ വിശദീകരണം നൽകുവാൻ സാധിച്ചിട്ടില്ല. മറ്റൊരു കണ്ടെത്തൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചാൽ കൈലാസപർവ്വതത്തിന്റെ ഘടന സ്വസ്തികയുടെ രൂപത്തിലാണെന്ന് കാണുവാൻ സാധിക്കുന്നു. സ്വസ്തിക പുരാതന സംസ്കാരങ്ങളിൽ ഭക്തിയുടെയും സൃഷ്ടിയുടെയും പ്രതീകമാണ്. കൈലാസപർവ്വതത്തിലെ സൂര്യാസ്തമയ സമയത്ത് പർവ്വതത്തിന്റെ ശിലാരൂപങ്ങളിൽ ഓം ആകൃതിയിലുള്ള രൂപങ്ങൾ ദൃശ്യമാകുന്നു. കൈലാസപർവ്വതത്തിൽ കയറാൻ സാധിക്കാത്തതുകൊണ്ട് ഭക്തർ ചെയ്യുന്നത് കൈലാസത്തെ ചുറ്റി നടന്ന് പ്രാർത്ഥിക്കലാണ്. ഒരു പ്രാവശ്യം ചുറ്റി പ്രാർത്ഥിച്ചാൽ ഒരു ജന്മത്തിലെ പാപങ്ങൾ ഇല്ലാതെയാകുമെന്നാണ് പറയുന്നത്. ചില ഗവേഷകർ പറയുന്നത് കൈലാസപർവ്വതത്തിന് ഒരു പിരമിഡ് ഘടനയാണെന്നും അത് ഒരു എനർജി സെന്റർ ആണെന്നുമാണ്. നാസയുടെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ഈ പർവ്വതത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടന ഏതാണ്ട് പൂർണ്ണമായും പിരമിഡ് ആകൃതിയാണെന്നു പറയുന്നു. നാസയുടെ ബഹിരാകാശപേടകം പകർത്തിയ ഉയർന്ന റെസല്യൂഷൻ ചിത്രങ്ങൾ കൈലാസപർവ്വതത്തിന്റെ ഏതാണ്ട് പൂർണ്ണതയുള്ള പിരമിഡ് ആകൃതി വ്യക്തമായി കാണിക്കുന്നു. കൈലാസപർവ്വതത്തിലുള്ള അസാധാരണമായ ഊർജ്ജസ്വലതയും അപൂർവ പ്രതിഭാസങ്ങളും ശാസ്ത്രജ്ഞരുടെയും ആത്മീയാന്വേഷകരുടെയും ഇടയിൽ വലിയ കൗതുകം സൃഷ്ടിച്ചിട്ടുണ്ട്. വിവിധ ഏജൻസികൾ നടത്തിയ ഉപഗ്രഹ സ്കാനുകളിൽ കൈലാസപർവ്വതത്തിൽ നിന്ന് പുറപ്പെടുന്ന വൈദ്യുതകാന്തിക വികിരണങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി കോമ്പസുകൾ അതിവേഗത്തിലും തുടർച്ചയായും കറങ്ങുകയും
ദൂരെ നിന്നുപോലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമാകുകയും ചെയ്തതായി പറയപ്പെടുന്നു. ഈ തീവ്രമായ വൈദ്യുതകാന്തിക ഇടപെടലുകൾ കാരണം കൈലാസ പ്രദേശത്തിന് മുകളിലൂടെ വിമാനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ചില സന്ദർഭങ്ങളിൽ GPS സിഗ്നലുകൾ വികലമാകുന്നതും നാവിഗേഷൻ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാകുകയും ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങൾ യുക്തിസഹമായി തോന്നുമെങ്കിലും പുരാതന ഗ്രന്ഥങ്ങൾ കൈലാസപർവ്വതത്തെ ഭൂമിയുടെ ഒരു ആത്മീയ കേന്ദ്രമായി കണക്കാക്കുന്നുണ്ട്. ഭൗതികവും ആത്മീയവുമായ മേഖലകളെ സ്വാധീനിക്കുന്ന ശക്തമായ ഊർജം ഇവിടെ നിലനിൽക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. ഇതുവരെ പൂർണ്ണമായി വിശദീകരിക്കപ്പെടാത്ത ഈ വൈദ്യുത കാന്തിക ശക്തി കൈലാസപർവ്വതത്തിന്റെ മറ്റൊരു രഹസ്യമാണ്. കൈലാസമാനസ സരോവർ പ്രദേശത്തിന് മുകളിൽ അസാധാരണമായ പ്രകാശങ്ങളും ആകാശചലനങ്ങളും കണ്ടതായി തീർത്ഥാടകരും സന്ദർശകരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില ഗവേഷകർ ഇതിനെ UFOകളായി വ്യാഖ്യാനിക്കുകയും ഇവിടം ഒരു ഏലിയൻ ബേസ് ആണെന്നും പറയുന്നുണ്ട്. ഇത് ഭൂമിയിലെ തന്നെ അറിയപ്പെടാത്ത ഒരു ഊർജ്ജകേന്ദ്രമാണെന്നും പറയപ്പെടുന്നു. കൈലാസത്തിന് സമീപം നൂറുകണക്കിന് സന്യാസികൾ വർഷങ്ങളായി ധ്യാനത്തിലിരിക്കുന്നു. അവർ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുകയും കുറച്ചു മാത്രം ഉറങ്ങുന്നവരുമാണ്. എന്നാൽ അവർക്ക് അസാധാരണമായ മാനസിക ശക്തിയും ശാരീരിക സഹനശേഷിയും ഉള്ളവരായി കാണുന്നു. ഇതിനു കാരണം കൈലാസത്തിലുള്ള ഈ ഊർജ്ജ സ്വാധീനമാണെന്ന് കരുതുന്നു. കൈലാസപർവ്വതം വിശ്വാസത്തിന്റെയും ശാസ്ത്രത്തിന്റെയും മനുഷ്യബുദ്ധിക്ക് അതീതമായ നിഗൂഢതകളുടെയും സംഗമ സ്ഥലമായി നിലകൊള്ളുന്നു.